രാഷ്ട്രീയം അത് വെറും തിരഞ്ഞെടുപ്പും അധികാരവും മാത്രമല്ല, അത് ആളുകളുടെ ജീവിതമാണ്, അവരുടെ പ്രതീക്ഷകളും ആശങ്കകളുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു മണ്ഡലത്തെ, ആറ്റിങ്ങലിനെ വളരെ അടുത്തുനിന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് വിശകലനമായി മാത്രം കാണരുത്, മറിച്ച് ഒരു നാടിന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാനും അതിലൂടെ യഥാർത്ഥ ജനകീയ ഭരണം എന്തായിരിക്കണമെന്ന് പഠിക്കാനുമുള്ളൊരു ശ്രമമാണ്. നമുക്ക് ഒരുമിച്ച് ആറ്റിങ്ങലിലെ ജനവിധിക്ക് പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ വിശകലനത്തിന് പ്രധാനമായും 6 ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ ആറ്റിങ്ങലിന്റെ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കും. പിന്നെ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്തു പറയുന്നു എന്ന് നോക്കും. അതിനുശേഷം ആ വിധിയെ സ്വാധീനിച്ച പുറമേ കാണാത്ത ചില കാരണങ്ങളിലേക്ക് കടക്കും. തുടർന്ന് ഒരു പുതിയ ഭരണമാതൃക എങ്ങനെ രൂപപ്പെടുത്താം എന്നും അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം മുന്നോട്ടുള്ള വഴി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയത്തെയും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണം. കാരണം ആളുകളുടെ ജീവിതവും അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ആറ്റിങ്ങലിന്റെ ആത്മാവും അവിടെ തന്നെയാണ്. ഈ ഭൂപടം നോക്കൂ. ആറ്റിങ്ങലെന്ന് പറയുന്നത് കേരളത്തിന്റെ തീരദേശവും ഉൾനാടൻ ഗ്രാമങ്ങളും ചേർന്നൊരിടമാണ്. ഒരു വശത്ത് കടലുമായി പൊരുതി ജീവിക്കുന്ന മനുഷ്യർ, മറുവശത്ത് കൃഷിയും ചെറിയ കച്ചവടങ്ങളുമൊക്കെയായി ജീവിക്കുന്നവർ. ഈ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം അവരുടെ ജീവിതത്തെ മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട്. ഈ കണക്കുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആറ്റിങ്ങലിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, അത് ശരിതന്നെ. പക്ഷേ രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷത്തിന് മാത്രമല്ല പ്രാധാന്യം. ഏകദേശം 12 മുതൽ 19% വരെ വരുന്ന മുസ്ലിം സമൂഹം ഇവിടത്തെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. അതോടൊപ്പം ചെറിയൊരു ക്രിസ്ത്യൻ സമൂഹവും ഈ നാടിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് ജാതി സമവാക്യങ്ങളിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ഘടകമാണിത്. ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ വിഭാഗത്തിന്റെ നിലപാടുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഭാഗമാണ് നായർ സമുദായം. മണമ്പൂർ പോലുള്ള ഗ്രാമീണ പഞ്ചായത്തുകളിൽ പട്ടികജാതി വിഭാഗത്തിനും നല്ല സ്വാധീനമുണ്ട്. ഈയൊരു സാമൂഹിക ഘടന മനസ്സിലാക്കാതെ ആറ്റിങ്ങലിലെ രാഷ്ട്രീയത്തെ വിലയിരുത്താനാവില്ല. അപ്പോ നമ്മൾ സാമൂഹിക പശ്ചാത്തലം കണ്ടു. ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് വരാം. 2021 ആറ്റിങ്ങലിലെ ജനങ്ങൾ വിധി എഴുതി. ആ അക്കങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. 73% മുകളിൽ. ഇതൊരു ചെറിയ സംഖ്യയല്ല. ആറ്റിങ്ങലിലെ ജനങ്ങൾ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് തങ്ങളുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമുള്ളവരും അത് രേഖപ്പെടുത്താൻ തയ്യാറുള്ളവരുമാണെന്നതിന്റെ തെളിവാണിത്. ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ കാര്യമായി പറയാനുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഈ പ്രവണത തുടരുകയാണ്. നോക്കൂ, 2011 66% നിന്ന് തുടങ്ങി 2021 അത് 73%. ഓരോ തിരഞ്ഞെടുപ്പിലും കൂടുതൽ ആളുകൾ ജനാധിപത്യത്തിൽ പങ്കാളികളാകുന്നു. ഇത് നിലവിലെ ഭരണത്തോടുള്ള സംതൃപ്തി കൊണ്ടാവാം, അല്ലെങ്കിൽ അസംതൃപ്തി കൊണ്ടാവാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾ പ്രതികരിക്കുന്നു. 31,636 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒറ്റനോട്ടത്തിൽ ഇത് വളരെ വലിയൊരു വിജയമാണ്. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ടെന്ന് ഈ സംഖ്യ പറയുന്നു. പക്ഷേ വലിയ വിജയങ്ങളുടെ നിഴലിൽ പലപ്പോഴും ചെറിയ മാറ്റങ്ങളുടെ അടിയൊഴുക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആ ഒഴുക്കുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ചാർട്ടാണ് യഥാർത്ഥ ചിത്രം തരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ വിജയമുണ്ട്, ഏകദേശം 47% വോട്ട്. എന്നാൽ അതിലും ശ്രദ്ധേയമായ കാര്യം രണ്ടാം സ്ഥാനത്തുള്ള ബിജെപിയുടെ പ്രകടനമാണ്. ഏകദേശം 26% വോട്ടുകൾ. തൊട്ടുപിന്നിൽ ആർഎസ്പിയും. ഇത് കേരളത്തിലെ പരമ്പരാഗത ഇരുമുന്നണി രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ സൂചനയാണ്. കേവലം ഒരു ജയപരാജയത്തിനപ്പുറം മണ്ഡലത്തിലെ രാഷ്ട്രീയ ബലാബലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ നമ്മളോട് എന്ത് സംഭവിച്ചു എന്ന് പറയും. പക്ഷേ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ്. ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പറയാത്ത വിഷമങ്ങൾ, പ്രതീക്ഷകൾ. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷനും റേഷനുമൊക്കെ അവർക്ക് വലിയ ആശ്വാസമാണ്. പക്ഷേ അവരുടെ മക്കൾക്ക് ഒരു ജോലി വേണം, വീടിനു മുന്നിലെ റോഡ് നന്നാക്കണം, പൈപ്പിൽ വെള്ളം വരണം. ഇതാണ് ആറ്റിങ്ങലിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രധാന മാറ്റം. ക്ഷേമ പദ്ധതികൾക്കപ്പുറം കൺമുന്നിൽ കാണുന്ന വികസനം ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ 5 കാര്യങ്ങളാണ് ആറ്റിങ്ങലിലെ ജനവിധിയെ പ്രധാനമായും സ്വാധീനിച്ചത്. 1. പരമ്പരാഗത വോട്ട് ബാങ്കുകളിലെ ചോർച്ച. 2. അടുക്കളയിലെ ബജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റം. 3. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ ഗൾഫുകാരുടെ നിരാശ. 4. വികസനത്തിനു വേണ്ടിയുള്ള പുതിയ തലമുറയുടെ ആവശ്യം. 5. കൃഷി നശിക്കുന്ന കർഷകന്റെ വേദന.
ഈ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാതെ മുന്നോട്ടു പോകാനാവില്ല. ഇവിടെ ഒരു നിമിഷം. വിവരങ്ങൾ ഒരു വലിയ ശക്തിയാണ്. പക്ഷേ ആ ശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതാവണം. അറിവോടെയും ഉത്തരവാദിത്വത്തോടെയുമുള്ള സംവാദങ്ങളാണ് ഒരു ജനാധിപത്യത്തെ ശക്തമാക്കുന്നത്, അല്ലാതെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണങ്ങളല്ല. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു റിപ്പോർട്ടിലെ വരികളല്ല, മറിച്ച് മണ്ഡലത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. കുടിവെള്ളമില്ല, നല്ല റോഡില്ല, ചെറുപ്പക്കാർക്ക് ജോലിയില്ല, സാധനങ്ങൾക്ക് തീ പിടിച്ച വില. ഈ 4 അടിസ്ഥാന പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ അസംതൃപ്തിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഇനി പരിഹാരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രീയ ശക്തിക്കും പിന്തുടരാവുന്ന ഒരു കർമ്മപദ്ധതിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ജനങ്ങളോട് സംസാരിക്കാൻ 4 മുഖങ്ങൾ. ഭരണത്തിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടാൻ ശിവന്റെ രൗദ്രഭാവം. സുസ്ഥിരമായ വികസനവും സമാധാനവും വാഗ്ദാനം ചെയ്യാൻ വിഷ്ണുവിന്റെ സ്ഥിരത. പുതിയ ആശയങ്ങളും പ്രതീക്ഷകളും നൽകാൻ ബ്രഹ്മാവിന്റെ സർഗാത്മകത. സാധാരണക്കാരന് സംരക്ഷണം ഉറപ്പു നൽകാൻ ദുർഗയുടെ കാവൽ. ഈ 4 ഭാവങ്ങളും ഒരുമിക്കുമ്പോൾ അത് ജനങ്ങളുടെ എല്ലാത്തരം വികാരങ്ങളെയും അഭിലാഷങ്ങളെയും അഭിസംബോധന ചെയ്യും. അപ്പോ ഈ തന്ത്രം എങ്ങനെ പ്രായോഗികമാക്കാം? ഓരോ വിഭാഗത്തെയും പ്രത്യേകം പരിഗണിക്കണം. യുവാക്കൾക്ക് വേണ്ടത് പ്രസംഗമല്ല, ജോലിയാണ്. അതുകൊണ്ട് തൊഴിൽമേളകളും പുതിയ കാലത്തിനു വേണ്ട നൈപുണ്യ വികസന കോഴ്സുകളും വാഗ്ദാനം ചെയ്യണം. അതവർക്ക് പ്രതീക്ഷ നൽകും. സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെയും കുടുംബത്തിന്റെയും ആരോഗ്യമാണ്. എല്ലാ വാർഡുകളിലും എത്തുന്ന മൊബൈൽ ആരോഗ്യ യൂണിറ്റുകൾ, നല്ല സൗകര്യങ്ങളുള്ള ഒരു വനിതാ ക്ലിനിക്ക്, ഇത്തരം വാഗ്ദാനങ്ങൾ അവരുടെ വിശ്വാസം നേടാൻ സഹായിക്കും. കാരണം ഇതവരുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന കാര്യമാണ്. വിള നശിച്ചുപോയ ഒരു കർഷകനു വേണ്ടത് സഹതാപമല്ല, നഷ്ടപരിഹാരമാണ്. വിളകൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കുമെന്ന വാഗ്ദാനമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കണം. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവർ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു. ഇന്ന് അവർക്കൊരു താങ്ങു വേണം. അവർക്കുവേണ്ടി ഒരു പ്രത്യേക സ്റ്റാർട്ടപ്പ് ഫണ്ട്, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കൽ, ഇതൊക്കെ അവരുടെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പുതിയൊരു ജീവിതം നൽകാനും സഹായിക്കും. ഒരു നല്ല പ്ലാൻ കടലാസിലുണ്ടായ മാത്രം പോരല്ലോ, അത് കൃത്യമായ ആസൂത്രണത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. തന്ത്രങ്ങളെ പ്രായോഗിക പ്രവർത്തനമാക്കി മാറ്റുന്നതിലാണ് യഥാർത്ഥ വിജയം. അടുത്തതായി നമ്മൾ ആ പ്രായോഗിക വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന 30 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ 6 കാര്യങ്ങൾ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം. ശരിയായ സ്ഥാനാർത്ഥി നിർണയം, ഓരോ ബൂത്തിലെയും വോട്ടർമാരെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ചിട്ടയായ വീട് കയറൽ, മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തരമായ ആശയവിനിമയം, ജനങ്ങളുടെ പരാതി കേൾക്കാനൊരു സംവിധാനം, സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ നിരീക്ഷിക്കൽ, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു വിജയിക്കുന്ന പ്രചാരണമുണ്ടാകുന്നത്. എന്നാൽ ആളുകളിലേക്കെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. അവരുടെ സ്വകാര്യതയെയും അന്തസ്സിനെയും നമ്മൾ മാനിക്കണം. ഇന്ത്യയുടെ നിയമങ്ങളനുസരിച്ച് ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ അറിവും സമ്മതവുമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ജനങ്ങളുമായുള്ള ബന്ധം വിശ്വാസത്തിൽ കെട്ടിപ്പടുക്കണം, അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ഈ വിശകലനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നൽകുന്നതിലാണ് രാഷ്ട്രീയത്തിന്റെ ഭാവി. വലിയ പ്രത്യാശാസ്ത്രങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിലാണ് യഥാർത്ഥ ജനകീയ രാഷ്ട്രീയം. ജനങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ വിളിക്കുക 080420416002. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.